ദേവിയാണ്, നിങ്ങൾക്ക് മാത്രമേ ഇത്ര ഉള്ള എടുത്തോണ്ട് പോടി. നിങ്ങൾക്കുള്ളതല്ല. എനിക്ക് വില പോരാ. എല്ലാവർക്കും ഇവിടെ ഒരു വിലയേ ഉള്ളു. ഇവിടുന്ന് മീനെടുക്കുന്നത് ഞാൻ വലിയ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. മാർക്കറ്റിൽ വിൽക്കണേണ്ട 10% പോലും ഇല്ലല്ലോ. ഇത് 25 കൂട്ടി തരാതെ നിങ്ങൾക്ക് മീൻ തരാൻ പറ്റൂല. ദേവിയണ്ണ ഇത് ഇടപെടണ്ട. കുറെ കാലം ഇയാള് നമ്മളെ പറ്റിക്കണ്. ഓ നമുക്ക് ഇതൊക്കെ ആരെടുക്കൂടി? ഇത് പിടിക്കാറിയെങ്കിൽ ഇത് വിറ്റ് കാണിക്കാനും ഞങ്ങൾക്ക് അറിയാം. നിന്റെയൊക്കെ സഹായം ആര് ചോദിച്ചു? മിണ്ടായിരി. അണ്ണ ഒന്ന് ചുമ്മാ ഇരുന്നാണ്. എന്നാ നീ ഒന്ന് വിറ്റ് കാണിക്ക് കേട്ടാ. നിങ്ങൾ എല്ലാരും ഇത് കേട്ടല്ല. നമ്മൾ മീൻ ഇവിടെ വിൽക്കാൻ പോയാണ്. തന്ന ചീട്ടങ്ങ് തിരിച്ചു കൊടുത്താണ്. പെങ്ങളായി പോയില്ല എന്താണ് ഇത്തണത്തെ കണ്ണൊന്ന് വിട്ടുപിടി. നമുക്കെന്തരടേ, കിട്ടേണ്ട സാധനം കിട്ടി. പിന്നെന്തൊരു കുഴപ്പം? നിങ്ങൾ ഇവിടെ വിൽക്കേ തിന്നേ ചെയ്യും. ഒടുക്കം കരഞ്ഞോട്ട് വരല് കേട്ടാ. ഉള്ള കച്ചവടം മുട്ടിച്ചപ്പോ മതിയായല്ല. ഓ ഞങ്ങൾ വിറ്റ് കാണിക്കാം. നിങ്ങൾ പൈസ കിട്ടിയാ പോരെ. എവിടെ കൊണ്ടിട്ട് വിൽക്കാൻ? വല്ല വെളിവുണ്ട? വീട്ടിന്റെ മുന്നിൽ തട്ടിട്ട് തറയിരുന്ന് വിൽക്കും. അതിന് പള്ളിയിലാര് വരാതിരിക്കുന്നു? വെള്ളിയാഴ്ച പോലും അല്ലേ. നിങ്ങളൊക്കെ ആരെ കണ്ടിട്ടാണ്? പിടിക്കടി. ഇവിടെ തിരിഞ്ഞു നോക്കേ. അപ്പനൊന്ന് വീട്ടിൽ കയറി പോയാണ്. കള്ളനാണ്. അപ്പൻ അവിടെ തന്നെ ഇരുന്നാണ് ഓരോരോ പൊട്ടത്തരം. വീട്ടിന്റെ മുമ്പ് ഇരുന്ന് മീമിക്ക് എന്തേലും ഇതിനെ പഠിക്കാൻ വിട്ടത്? ബസ് വരെ കോളി പൊടി അമ്മായി മീനൊന്ന് വിട്ടിട്ട് പോകും. പോകേണ്ടത് എനിക്ക് അതിനെ പണി. ഇത് വിലയിട്ടതൊക്കെ എടുത്താണ്. ഇവിടത്തേക്ക് ഇത് മതി. ആളെ നമ്പിട്ട് എന്തിനായി? സമാനായല്ലേ? എടി ഇപ്പോഴേ വരാത്തുള്ള എനിക്ക് വീട്ടിൽ പണി ഉണ്ടായിരുന്നടി. കണ്ട് മീൻ വിൽക്കണത് കണ്ട. മാറിക്ക് വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പിടിക്കണ്ട. നീ രാവിലെ ഇവരെ കിടക്കിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? അപ്പൊ എനിക്ക് കോളേജിൽ പോണ്ടേ? നീ പഠിക്കാൻ പോണത് ഈ മീൻ വിറ്റിടുന്ന പൈസ കൊണ്ടാണ്. നട്ടുച്ചവരെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് 5 രൂപയുടെ മീൻ പോലും വിറ്റിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ന്യായമായിട്ട് കിട്ടാനുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ സംസാരിച്ചോണ്ടല്ല. ഇതുങ്ങളൊക്കെ പെരയിൽ അടുപ്പ് കത്തിക്കണ തന്നെ അന്നന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ്. ചുമ്മാ ആളെ കൂട്ടി ഇരുത്തിയാൽ മാത്രം പോരാ, കൂടെ നിന്ന് കച്ചവടം നടത്തി കാണിച്ചു കൊടുക്കണം. കേരളാലി ഇവരോടൊക്കെ എന്തിനു വർത്താനം പറയാനാണ്? മീനെടുത്ത് തട്ടറി ടൗൺ വരെ ചുമക്കണ്ടല്ലേ. നോക്കി കഥ തട്ടാ. നീ ഇത് എന്തൊരു പണിയാടാ കാണിക്കണേ? നമ്മുടെ ആളുകൾ കഷ്ടപ്പെട്ട് പിടിച്ചാലടാ. ചത്ത മീൻ വാങ്ങിക്കാൻ ആര് വരാൻ പോണെന്ന്? പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടിയില്ല, പിന്നെ എന്തിനാ എന്റെ പ്രശ്നം? എടുത്ത് തട്ടണടാ. സുലൈമാൻ അന്ന് വിഷമിച്ചത് വെറുതെ അല്ല. ആ ചവറിനടിയിൽ എവിടെയോ ആയിരുന്നു അവൻ്റെ ഉപ്പയുടെ കവർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുലൈമാനെ? ഇതൊന്ന് വൃത്തിയായി വേര് തിരിച്ചിട്ട് മറക്കാനുള്ള പൈസ പോലും ഇപ്പൊ പള്ളിക്കില്ല. പള്ളിയിലോട്ട് ആരും വരാതെ ഈ ചവറ് കൊടുക്കണമെന്ന് നാരണോണ്ടാണ്. പഞ്ചായത്തിലൊന്നും പറഞ്ഞിട്ടൊരു നിവൃത്തിയില്ല. വല്ല അമ്പലത്തിലായിരുന്നെങ്കിൽ എന്നേ വൃത്തിയാക്കിയനെ. മൂസാക്ക, പള്ളിക്കാർ സമ്മതിച്ചിട്ടല്ല ആൾക്കാരോട് ചവറുകൊണ്ട് തള്ളണത്. ഇടരുന്ന് പറയാനല്ലേ പറ്റൂ. പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ തിരിച്ചതെല്ലാം കൂടി അവൻ്റെ വീട്ടിൽ കൊണ്ട് തള്ളണം. നീ എന്തിനാന്ന് വെച്ചാൽ കാര്യം തെളിച്ചോടാ. മൂസാക്ക അത് നോക്കിയാണ് ഇവിടെ ചവറിടുന്നമാരുടെ വിലാസം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ തിരിച്ചുകൊണ്ടിട്ടാലേ അല്ലേ തന്നെ പിള്ളേർ പോയി നീ ചവറുറക്കി തുടങ്ങി കഴിഞ്ഞു. നീൻ്റെ കൂടെ കുറേ ഉള്ളൂ എല്ലാത്തിൻ്റെയും തലയിരിച്ച് പോകാൻ. അമീതേർ ഒറ്റ തവണ നമ്മൾ ചെയ്ത് കാണിച്ചാ പിന്നെ ഇവിടെ ചവറിടാൻ വരുന്നവന്മാർ രണ്ടാമതൊന്നുകൂടെ ആലോചിക്കും. നീ എന്താണെന്ന് വെച്ചാൽ നടത്തി കാണിക്ക്. പള്ളിക്ക് ദോഷമൊന്നും വരരുത്, അതേ എനിക്ക് പറയാനുള്ളൂ.
പറഞ്ഞിട്ടാ ഇവിടുന്ന് ചവറെടുത്ത് ടൗണിൽ കൊണ്ടിട്ടത്? ആര് പറഞ്ഞിട്ടാണെന്ന്? അലീക്ക. ഇതിലാരുടെ സുലൈമാൻ? നിനക്ക് ആരാധികാരം? ചന്ദ്രണ്ണനോട് മുട്ടേണ്ട പോലെ കാര്യമുണ്ടായിരുന്നോടാ അലി. തോനെ കാശ് കിട്ടുന്ന പണിയായിരുന്നില്ലേ? നീ എല്ലാം കളഞ്ഞു കുളിച്ചല്ലേ? നിങ്ങളുടെ കച്ചവടത്തിന്റെ കാര്യമൊക്കെ വീടിന് പുറത്ത്. എല്ലാരും അങ്ങോട്ട് ഇറങ്ങിക്കേ. ടീച്ചറുമ്മ നമ്മളെ പറയണതിനാണ് എവാലും ഓരോന്നൊപ്പിച്ച്. ആ മതി മതി, അങ്ങോട്ട് ഇറങ്ങി എല്ലാരും. ഇനി വല്ലതും വെക്കാണ്ടോ നമ്മളോട് ചോദിച്ചു. അലീക്ക ചോദിക്കണേ ഇനി വല്ലതും വിൽക്ക ഉണ്ടാന്ന്.